ഗിരീഷ് എവിടെയാണ്? വീട്ടിലാണോ? നമസ്കാരം. നമസ്കാരം. സാറെന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ ടൈം പാസ്. അല്ല, സാറിന് ജോലിക്ക് പോകണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇന്ന് അവധി എടുത്തു. താനെവിടെ? തനിക്കൊന്ന് പണിക്ക് പോകുമോ? ഇന്ന് പണിയില്ല സാർ. കൂട്ടത്തിൽ പണിക്ക് വരുന്നവൻ വന്നില്ല. അവരെന്തെങ്കിലും പണി. ഓ, എന്ത് പരിപാടി സാറേ. എൻ്റെ പരിപാടി ഇതേ ചൂണ്ടയിടാൻ പോവാ. ഓ, അത് ശരി. ഞാൻ ഫ്ലീറ്റ് സാർ. ആ, സാറുണ്ടല്ലോ. തനിക്കും ചൂണ്ടിടലാണ് പരിപാടി. ആ, വീട്ടിലേക്കുള്ള കറക്കാവൂല്ലോ, എന്തായാലും പണിയില്ല. നമ്മളെ കൂടെ ഒന്ന് കൂട്ടണം. ഞാൻ ചൂണ്ടിടാം. ആ, എന്ത് സാറിനുണ്ടല്ലോ. സാറിന് പിന്നെ സർക്കാർ ശമ്പളം തന്നെയല്ലേ, നമ്മളെ പോലെയാണോ? നമ്മൾ പണിയെടുത്ത് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. സാറ് ചൂണ്ടിടാൻ താല്പര്യമുണ്ടോ? ഞാനും എന്റെ സമയം കളയണ്ടേ, ഞാനും ചൂണ്ടിടാം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ സാറ് ഇവിടെ വല്ല കേസ് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ വേറെ വല്ലതും വന്നതാണ്? എന്താ സാറിന് ഇവിടെ കാണാറില്ലല്ലോ. നിങ്ങൾ എന്താ പരിപാടി? നിങ്ങൾക്ക് പഠിക്കുന്നു തൊഴിൽ കുറവ് എപ്പിക്കൊണ്ടിരിക്കുന്നു. തൊഴിൽ ഉഴപ്പ്. ആ, തൊഴിൽ ഉറപ്പല്ല. അല്ലല്ല, തൊഴിൽ. ഇയാളും ചൂണ്ടിടാൻ വേണ്ടി വന്നത്. സാറിനൊരു ചൂണ്ട ശരിയാക്കി തരാന്നേ. എനിക്ക് ഞാൻ ചൂണ്ടിട്ട് നോക്കട്ടെ. സാറ് വെറുതെ നമ്മൾ കളിയാക്കരുത്. കളിയാക്കണല്ല, ഞാൻ ചൂണ്ടിട്ട് നോക്കട്ടെ. കൊത്തണ്ടാണോ? കൊത്തണ്ട. പിന്നെ കൊത്തുണ്ട്. ഇത് കൊത്തും പോണില്ലല്ലോ. ഇരയുണ്ട്, സാറിനത് അറിയാൻ പാടില്ലേ? ആ, എവിടെ പിന്നല്ലാതെ. സാറിന് അറിയാൻ പാടുള്ളത് പണിയെടുത്തിട്ട് എന്താ കാര്യമുള്ളത്? ഇപ്പൊ 800-900 രൂപ കിട്ടാറുണ്ട്. സാറിന് മുമ്പ് ചൂണ്ടിട്ടേ ഇല്ല? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കിട്ടുന്നുണ്ട്. ഹലോ സാറേ, ജോലിക്കൊന്നും പറഞ്ഞു പോയിട്ട് ഇതാണ് ഇവിടെ പരിപാടി അല്ലേ? ഞാൻ വെറുതെ ചുമ്മാ കണ്ടപ്പോ ഒന്ന് ചൂണ്ടിട്ടോ. സസ്പെൻഷനിലാണല്ലേ? സസ്പെൻഷനാ? നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഞാൻ സസ്പെൻഷനാണ്? ഞാൻ സസ്പെൻഷനൊന്നുമല്ല. നിന്റെ ആര് പറഞ്ഞു? ന്യൂസ് പേപ്പറിലേ നല്ല വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, പേര് സഹിതം എഴുതി വെച്ചേക്കോ. നിങ്ങൾ ആരോടാ കൈക്കൂലി മേടിച്ചത്? ഞാൻ ആരോട് കൈക്കൂലി മേടിച്ചത്? സിബിച്ചാനോട് കൈക്കൂലി മേടിച്ചതാ. മേടിച്ചപ്പോ ഓർമ്മയില്ലല്ലേ? ഇയാളുടെ പേര് പേപ്പറിൽ കണ്ടത് എനിക്കറിയാൻ പറഞ്ഞു. പിന്നെ ഇതാണ് പരിപാടി. ഇവിടെ എന്ത് പരിപാടിയാണ്? അതിനാണ് നിങ്ങളാണോ ഇത്? ഞങ്ങൾക്ക് സാറിനെ ഇപ്പൊ അവിചാരിതമായിട്ട് വന്നപ്പോ കണ്ടതാണ്, അല്ലാതെ എനിക്കിന്ന് ജോലിയില്ലാതെ ജോലിക്കും പോകൂല. അല്ല, ഞങ്ങള് ചൂണ്ടിട്ടപ്പോ സാറ് ജസ്റ്റ് ഒന്ന് വന്നു. ജോലി പോയിട്ട് വന്നു. ഇപ്പഴേ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നാളെ എടുത്തത് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. അവിടെ നില്ല്, കാര്യം ഇവരും കൂടി ഒന്ന് അറിഞ്ഞേക്കട്ടെ. ഇതിനാണ് മറ്റുള്ളവരെ അറിയിക്കണത്. അറിയട്ടെ, എല്ലാരും അറിയട്ടെ. എല്ലാരും വായിക്കുന്നല്ലേ, പറയൂലേ?
ആ നിങ്ങൾ പത്രം വായിക്കണോ? നിങ്ങൾ ചൂണ്ടയിടല്ലേ പരിപാടി, പിന്നെ എങ്ങനെ പത്രത്തെ വായിക്കണ നിങ്ങൾ? വായിക്കാറില്ല, ഞങ്ങൾ കണ്ടില്ലായിരുന്നു. ആണോ? ഞങ്ങൾ അറിഞ്ഞില്ല മേഡം, ഞങ്ങള് സാറിനെ കാണുന്ന ആ ഒരു നിങ്ങൾ ഈ ചൂണ്ടിടണോ? നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലായിട്ടാണോ? ഞാൻ ചൂണ്ടിടണോ? ദൂരായിട്ട് എന്താ കാര്യമുള്ളത് സാറേ? നമ്മളിങ്ങനെ പറഞ്ഞോണ്ടൊക്കെ അത് ഞങ്ങൾ നോക്കിക്കോളാം. ഇത് നിങ്ങളെ പണി നോക്കും. ഇല്ല, സാറിപ്പോ സസ്പെൻഷൻ ആണോ? സാറ് യൂണിഫോം ഉണ്ടെങ്കിൽ സാറ് തുറച്ചെടുക്കാം. ഇല്ല, സസ്പെൻഷൻ ആകുമ്പോ സാറ് കാണിക്കാൻ ശരിയല്ല. ശരി ശരി, സാറ് വന്ന് നമുക്ക് പോയിട്ട്